ഹായ് ഫ്രണ്ട്സ്, ഡിജിടെക് മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മോഡമും റൗട്ടറും തമ്മിലുള്ള വ്യത്യാസങ്ങളും അത് തമ്മിലുള്ള സിമിലാരിറ്റീസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ ആപ്ലിക്കേഷൻസും അതിന്റെ യൂസസും ഇതിന്റെ ഏത് കാറ്റഗറിയിലാണ് അതിന്റെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ മുമ്പത്തെ കുറച്ച് വീഡിയോകൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് പേർക്ക് കുറച്ച് സംശയങ്ങൾ ഉണ്ടായി. മോഡം തന്നെയല്ലേ റൗട്ടർ തന്നെയല്ലേ മോഡം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ അതിന്റെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് കാര്യം എന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതാണ് ഒരു ടിപ്പിക്കൽ മോഡം. അപ്പോൾ ഇത് കുറച്ച് പഴയ മോഡാണ്. ഇപ്പൊ നമുക്ക് മോഡം മാത്രമായിട്ടുള്ളത് ഇപ്പോൾ വരുന്നില്ല. അപ്പോൾ ഈ മോഡം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഒരു ADSL ജാക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്കൊരു ഈതർനെറ്റ് പോർട്ട് ഉണ്ടാവും RJ45ന്റെ. അപ്പോൾ നമുക്ക് ഈ മോഡം എന്നുള്ള പേരിൽ തന്നെ മനസ്സിലാക്കാം. മോഡ് എന്നുള്ളത് നമ്മളെ ADSL വരുന്ന ഒരു ലൈനിനെ നമ്മൾ മോഡുലേറ്റ് ചെയ്ത് നമ്മൾ ഈതർനെറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് ഇന്റർനെറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയാണ് നമുക്ക് മോഡം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മോഡത്തിൽ നമ്മൾ ഒരു ADSL ജാക്ക് അല്ലെങ്കിൽ നമുക്ക് ടെലിഫോൺ ജാക്ക് ഒക്കെ നമ്മൾ മോഡത്തിൽ കുത്തും. എന്നിട്ട് അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് യൂസ് ചെയ്യണവരാണെങ്കിൽ നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബറിന്റെ മോഡംസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബറിൽ വരുന്ന ആ ഒരു ടൈപ്പ് കമ്മ്യൂണിക്കേഷനെ നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈതർനെറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനും മോഡം ചെയ്യണം. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു റൗട്ടറിനെ കാണാം. അപ്പോൾ ഇതാണ് നമുക്കൊരു കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു റൗട്ടർ. ഇപ്പോൾ റൗട്ടറിന്റെ ഫെസിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ADSL ജാക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈതർനെറ്റിന് വരുന്ന ഒരു കണക്ഷൻ ഈതർനെറ്റ് കേബിൾ നമ്മൾ ഇതിന് ഇൻപുട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ടും ഈതർനെറ്റ് ആയിട്ട് തന്നെ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് വൈഫൈ ആയിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ പഴയ മോഡംസ് ഓൺലി ആയിട്ട് വരുന്ന ഡിവൈസസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വൈഫൈ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ഒരു സിഗ്നലിനെ വൈഫൈക്ക് കൺവേർട്ട് ചെയ്യാൻ റൗട്ടേഴ്സ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് മോഡത്തിന് പഴയ വരുന്ന മോഡത്തിനൊക്കെ ഒറ്റൊരു ഈതർനെറ്റ് പോർട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഒറ്റൊരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഡിവൈസസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഓഫീസിന്റെ കേസസിലൊക്കെ ആണെങ്കിൽ കുറേ ഡിവൈസസ് വരുന്ന കേസ് വരുമ്പോൾ നമ്മൾ ഒരു റൗട്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ വരുന്ന ഒരു കണക്ഷനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഡിവൈസസിലേക്ക് ഒറ്റ ടൈമിൽ നമുക്ക് റൗട്ടേഴ്സ് യൂസ് ചെയ്തിട്ട് കണക്ഷൻ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ വരുന്ന ഡിവൈസസ് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് മോഡംസ് അല്ലെങ്കിൽ റൗട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വാങ്ങാൻ കിട്ടുന്ന ഡിവൈസസ് നമുക്ക് മോഡം പ്ലസ് റൗട്ടർ ആയിട്ടാണ് കിട്ടുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു കമ്പൈൻഡ് സെറ്റപ്പ് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൽ ADSL കുത്താനുള്ള ജാക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഈതർനെറ്റ് കുത്താനുള്ള ജാക്ക് 4 കിട്ടും. ഇപ്പോൾ കോമൺ ആയിട്ട് 4 കണ്ടുവരാറ്. അതുപോലെ തന്നെ നമുക്ക് വൈഫൈ എനേബിൾ ചെയ്യാനുള്ളൊരു ഓപ്ഷനും കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൽ ഇതൊരു ഐബോളിന്റെ മോഡം പ്ലസ് റൗട്ടറാണ്. അപ്പോൾ ഇതിനെ റൗട്ടർ പ്ലസ് മോഡം എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആമസോണിലൊക്കെ കാണാം റൗട്ടർ ഓൺലി മോഡം ഓൺലി എന്നൊക്കെ പറഞ്ഞ് കാണാം. മോഡം ഓൺലി എന്നുള്ളത് ഇപ്പോൾ ഭയങ്കര റയറാണ്, കാണാൻ സാധ്യതയില്ല. പക്ഷെ റൗട്ടർ ഓൺലി ഇപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ വാങ്ങുകയാണെങ്കിൽ നിങ്ങളൊരു ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷനൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മോഡം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തികച്ചും യൂസ്ഫുൾ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് അതൊരു വേസ്റ്റ് ഓഫ് മണി ആയിട്ടാണ് വരിക. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് വാങ്ങുക. അപ്പോൾ നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബർ മോഡമാണ് നമുക്ക് എപ്പോഴും ഓപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ മോഡം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വരുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ മോഡത്തിൽ പ്ലഗ് ഇൻ ചെയ്തിട്ട് നമ്മൾ അതിന് വൈഫൈ യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈതർനെറ്റ് കേബിൾസും കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ മോഡം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹൈ സ്പീഡ് നെറ്റ്വർക്കാണ് ഓപ്റ്റ് ചെയ്തതാണ് അല്ലെങ്കിൽ ഹൈ സ്പീഡ് പ്ലാനുകളാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്യുവൽ ബാൻഡ് മോഡംസ് വേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ മോഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഏരിയയിൽ വെച്ചിട്ട് തന്നെ 2.4 GHz 5 GHz ഓട്ടോമാറ്റിക് സ്വിച്ചിങ്ങിലാണ് നമുക്ക് ഈ മോഡം വർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 2-3 ഏരിയയിലൊക്കെ ഉള്ള മോഡംസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഡ്യുവൽ ബാൻഡ് മോഡംസ് ആണെങ്കിൽ നമുക്ക് 5 GHz ഒരു ഫ്രീക്വൻസിയിലാണ് നമുക്ക് കൂടുതൽ സ്പീഡ് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ കൂടുതൽ സ്പീഡുള്ള അല്ലെങ്കിൽ നമ്മളൊരു 50 MBPS 100 MBPSന്റെ പ്ലാനാണ് നമ്മൾ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 2.4 GHz മോഡമാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മാക്സിമം സ്പീഡ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു 30-20 MBPS നമ്മുടെ സ്പീഡ് ലിമിറ്റ് ആയി പോകും. അപ്പോൾ നമുക്ക് ഫുൾ സ്പീഡ് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും 5 GHz മോഡം യൂസ് ചെയ്യണം. പക്ഷെ നിങ്ങൾ 5 GHz ഓൺലി ആയിട്ടുള്ള മോഡം വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. കാരണം 5 GHz എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ റേഡിയസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകും. അപ്പോൾ നമുക്ക് അത്രയും റേഞ്ച് കിട്ടില്ല. അതുപോലെ തന്നെ വൈഫൈ ഒക്കെ തീരെ വീക്കായി പോകും ചില റീജിയൻസിൽ. പക്ഷേ നമുക്കൊരു 2.4 പ്ലസ് 5 GHz കമ്പൈൻഡ് മോഡാണെങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് ദൂരത്താണെങ്കിൽ മോഡത്തിൽ നിന്ന് കുറച്ച് ദൂരത്താണെങ്കിൽ നമ്മുടെ മോഡം തന്നെ 2.4ലേക്ക് സ്വിച്ച് ആവും. എന്നിട്ട് നമുക്ക് 2.4 കിട്ടും. അപ്പോൾ നമ്മുടെ സ്പീഡ് കുറച്ച് റെഡ്യൂസ് ആവും.
പക്ഷെ നമുക്ക് റേഞ്ച് എപ്പോഴും കിട്ടും. പക്ഷെ നമ്മൾ മോഡത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തോറും നമുക്ക് സ്പീഡ് കൂടി കിട്ടും. അപ്പോൾ നമ്മൾ 5 GHz തന്നെ അത് മാറും. അപ്പോൾ അതിന്റെ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് മോഡത്തിന്റെ കടക്ക് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല സ്പീഡ് കിട്ടുന്ന ഒരു ഫിനോമിനന്റെ കാര്യം അതാണ്. അപ്പോൾ നിങ്ങൾ ഡ്യുവൽ ബാൻഡ് മോഡംസ് എപ്പോഴും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ മോഡം പ്ലസ് റൗട്ടർ ആയിരിക്കണം. നിങ്ങൾ റൗട്ടർ ഓൺലി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കില്ല. പക്ഷെ ചില കേസസിൽ നിങ്ങൾക്ക് കൂടുതൽ നെറ്റ്വർക്ക് ഡിവൈസസിലേക്ക് കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ റൗട്ടർ വാങ്ങേണ്ടി വരും. അപ്പോൾ സാധാരണ വരുന്ന ഒരു ഒപ്റ്റിക്കൽ ഫൈബർ മോഡത്തിന് 2 പോർട്ട് ഉള്ളതുണ്ട്, 4 ഈതർനെറ്റ് പോർട്ടുകളുണ്ട് വരുന്നുണ്ട്. പിന്നെ അതിനും കൂടുതൽ ഡിവൈസസിലേക്ക് നിങ്ങൾക്ക് ഈതർനെറ്റ് പോർട്ട് കമ്പ്യൂട്ടേഴ്സ് ലാപ്ടോപ്സിനാണ് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിലും കൂടുതൽ കമ്പ്യൂട്ടേഴ്സ് നിങ്ങൾക്ക് ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റൗട്ടർ പ്രിഫർ ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ മുമ്പത്തെ ഒരു വീഡിയോന്റെ താഴെ കമന്റിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായി, നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബറിന്റെ മോഡംസ് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ ഓൺലൈനിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബർ മോഡംസ് ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കില്ല. കാരണം എന്താണെന്ന് അറിയില്ല. നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബർ മോഡംസ് നിങ്ങൾ ഒന്നല്ലെങ്കിൽ ലോക്കൽ പർച്ചേസിന് ശ്രമിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യ മാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ റീസെല്ലേഴ്സിനെ നമുക്ക് കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് മോഡംസ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ മോഡംസ് പർച്ചേസ് ചെയ്യണ സെക്ഷനിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ലോക്കൽ ഓപ്പറേറ്ററിനെ കോൺടാക്ട് ചെയ്യണം. അവരുടെ മോഡംസ് ഇല്ല, അവർക്ക് മോഡംസ് തരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങണയിലേക്ക് കടന്നാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്ന മോഡം വെച്ചിട്ട് യൂസ് ചെയ്യുക തന്നെയാണ് ഏറ്റവും പ്രിഫേർഡ് വേ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞങ്ങൾ വിചാരിക്കുന്നു. ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ നല്ല വീഡിയോസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരും. അതുവരെയ്ക്കും ഇറ്റ്സ് വി ടീം ഡിജിടെക് മലയാളം സൈനിങ് ഓഫ്. Tell me that you love me, even if it's